തെരുവ് ബോംബെ ഉൾക്കൊള്ളുന്ന ഈ കറുത്ത മണ്ണ്, കലാപക്കൊടിയേന്തിയ മണ്ണ് അല്ലേ? ബീഹാറിന്റെയും ഒറീസയുടെയും ജാംഷഡ്പൂരിന്റെയും മൊറാദാബാദിന്റെയും അതോടൊപ്പം ഗുജറാത്തിന്റെയും മണ്ണിൽ, ബോംബെയുടെ തെരുവീതികളിൽ മനുഷ്യരുടെ മാംസങ്ങൾ വിറ്റയിക്കപ്പെട്ടു. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും മാറാപ്പുപേറിയ ഒരു പുതിയ തലമുറയുടെ മുമ്പിൽ ഒരു നവരാഷ്ട്രീയ ബോധത്തിന്റെയും ഒരു ദൈവീക മതത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെയും ചിന്തകളുമായി പുതിയ തലമുറ ജീവിക്കുമ്പോ ആ തലമുറയുടെ മുമ്പിൽ സാൽവേഷൻ എന്ന മഹത്തായ രണ്ടാം ഘട്ട സംരംഭം, ലോകം കാതോർത്ത സാൽവേഷൻ ഇൻ ദി പാത്ത് ഓഫ് ഇസ്ലാം എന്ന ഏറ്റവും ഉന്നതമായ ഒരു പ്രബോധന പാതയിൽ മഹത്തായ ഒരു സമ്മേളനത്തിന്റെ വേദിയിൽ പ്രഖ്യാപിക്കപ്പെട്ട സാൽവേഷൻ എന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ദൈവീക മതത്തിന്റെ ബോധം ഊട്ടിയുറപ്പിക്കുന്ന ഉജ്ജ്വലമായ പ്രവാചക പ്രബോധനത്തിന്റെ അരുണോദയങ്ങൾ, അതിനാവേശം പകരാനാണ് നമ്മൾ ഇവിടെ ഇவ்விதം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തിക്കാൻ, യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അപ്പിച്ഛാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായം 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗപുരുഷന്മാർ വരും. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി. സാധുക്കളെ രക്ഷപ്പെടുത്തുകയും ക്രൂരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അല്ലേ യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന്. എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി യുഗപുരുഷന്മാർ വരാനില്ല, മഹാമനുഷ്യകൾ ഇനി ജനിക്കാനില്ല. ലോകം മുഴുവനും സഞ്ചരിച്ച മഹാനായ സ്വാമി വിവേകാനന്ദന് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. കച്ചവടവൽക്കരിക്കപ്പെട്ട ആത്മീയതയാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്. കച്ചവടവൽക്കരിക്കപ്പെട്ട ആത്മീയത അല്ലേ? എത്ര സന്യാസിവര്യന്മാർ ജീവിച്ച മണ്ണായത്. ആ സന്യാസിമാരാരെങ്കിലും ഇന്നത്തെ സ്വാമിമാരെ പോലെ, അമ്മമാരെ പോലെ കച്ചവടവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. ബാഗ്ബടാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരു നിത്യചൈതന്യഗതി അല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ശ്രീരാമ പരമഹംസൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഭാരത പര്യടനത്തിൽ യുവാക്കൾക്ക് വമ്പിച്ച ഉപദേശം നൽകിയ ചിക്കാഗോയുടെ മണ്ണിൽ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക എന്ന് അമേരിക്കയെ നോക്കി വിളിച്ചു പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വം വായിക്കുന്ന പുതിയ തലമുറയാണോ ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്നത്? പട്ടാഭിഷേക സമയത്ത് അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് കാട്ടിൽ പോയ, അച്ഛനെ സ്നേഹിച്ച മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന മനുസ്മൃതിയുടെ വക്താക്കളല്ല ഇന്ന് ജീവിക്കുന്ന പുതിയ തലമുറ. മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കാൻ പഠിപ്പിച്ച്, പിതാവിനെ ദൈവതുല്യം സ്നേഹിക്കാൻ പഠിപ്പിച്ച പുതിയ തലമുറയല്ല, അത് സ്വീകരിച്ച പുതിയ തലമുറയല്ല ഇന്ന് ജീവിക്കുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ എന്ന് അർജുനനോട്, എന്ന് ലക്ഷ്മണനോട് ഉപദേശിച്ച ശ്രീരാമന്റെ പക്വതയുള്ള നേതൃത്വമുള്ള കാലഘട്ടമല്ല ഇത്. അത്തരമൊരു കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം, നീണ്ട 10 കൊല്ലം കഷ്ടപ്പാടുകളുടെ, പീഡനങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ബഹിഷ്കരണങ്ങളുടെ തീച്ചൂളയിൽ വളർന്നു മക്കത്ത്. പിന്നെ വരുന്ന 3 കൊല്ലം ഷാബ് അബി താലിബ് മലയിൽ പട്ടിണി കിടന്നു, ശത്രുക്കൾ ഗലാവോ ചെയ്തു, പീഡിപ്പിച്ചു. ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, ജലപാനം പോലും നൽകാതെ. എന്നിട്ട് പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും പൈശാചികമായി ഖുറൈശികൾ പൊട്ടിച്ചിരിച്ചതും ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ് അല്ലേ? ആ ഷാബ് അബി താലിബ് മലയിൽ തന്നെ പട്ടിണിക്കിട്ട ശത്രുക്കൾ
പ്രവാചകന്റെ സൃഷ്ടജീവിതത്തിൽ മദീന കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ ഒരു വിവരം കിട്ടി. ഷൈബ് അബി താലിബ് മലയിൽ തന്നെ ആക്രമിച്ച ശത്രുക്കൾ, തന്നെ പീഡിപ്പിച്ച ശത്രുക്കൾ, പിഞ്ചു പൈതങ്ങളെ പോലും കഷ്ടപ്പെടുത്തിയ ശത്രുക്കൾ, പച്ചിലകൾ പോലും തിന്നേണ്ടി വരാൻ ഞങ്ങൾ വിധിക്കപ്പെട്ട ശത്രുക്കൾ, ഒട്ടകത്തിന്റെ കയറ് പോലും പച്ചവെള്ളത്തിൽ കുതിർത്തി തിന്നാൻ വിധിക്കപ്പെട്ട ശത്രു സൈന്യം, അവർ പട്ടിണി കിടക്കുന്നു മക്കത്ത് എന്ന വാർത്ത കേട്ട പ്രവാചകൻ, യുവാക്കൾ മനസ്സിലാക്കണം, ആവേശമല്ല കേട്ടോ, അത് കേട്ട പ്രവാചകന്റെ കണ്ണുകൾ ഇറനണിഞ്ഞു. അനുയായികൾ ചോദിച്ചു, എന്തിനാ അങ്ങ് അവർക്ക് വേണ്ടി കരയുന്നത്? 3 കൊല്ലം പട്ടിണി കിട്ടതിനോ, നാട് കടത്തിയതിനോ, ജനിച്ചു വീണ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചതിനോ? എന്തിനാണ് അങ്ങ് ചെയ്യുന്നത്? എന്തിനാണ് അങ്ങ് കരഞ്ഞത്? പ്രവാചകന്റെ കണ്ണുകൾ ഇറനണിഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം 107-ാമത്തെ വചനമാണ്. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് പ്രവാചകനെ, കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ പ്രവാചകൻ തന്റെ പ്രഗത്ഭരായ 2 ശിഷ്യന്മാരുടെ കൂടെ ഒട്ടകത്തെയും പരിവാരത്തെയും യഥേഷ്ടം ഭക്ഷണത്തെയും അയച്ച് മക്കയിൽ തന്നെ കഷ്ടപ്പെടുത്തിയ, പട്ടിണിക്കിട്ട, തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്റെ ആട്ടിയോടിച്ച ശത്രുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തൊരു പാരമ്പര്യം ലോകത്തെ ഏത് ചരിത്രകാരനുണ്ട്? ഏത് മതനേതാവിനുണ്ട്? ആ പ്രവാചകന്റെ അനുയായികളാണ്. ആ പ്രവാചകന്റെ അനുയായികളാണ്. മറക്കാൻ പാടില്ലാത്ത കഥകളുടെയും ഓർത്തിരിക്കേണ്ട ചരിത്ര സംഭവങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോ സഗൗരവമായി നാം ആലോചിക്കുക ഈ ചരിത്രത്തെ. നിങ്ങൾക്കറിയാം, ഇന്ന് വാടക കൊലയാളികളെ ദേഷ്ടം കിട്ടുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ തല കതിരമണികൾ കൊയ്തെടുക്കുന്ന ലാഘവത്തോടെ കൊയ്തെടുത്ത മണ്ണിൽ നാം ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും? ആ കുടുംബം, ആ നിർദ്ധരയായ കുടുംബം, ആ ദരിദ്രരായ കുടുംബം, ആ പാവപ്പെട്ട മാതാവ്, മകന് നഷ്ടപ്പെട്ട മാതാവ്, ഭർത്താവിന് നഷ്ടപ്പെട്ട വിധവ, പിതാവിന് നഷ്ടപ്പെട്ട അനാഥകൾ, അവരുടെ ദീനരോധനങ്ങൾ ഒരുപക്ഷെ പാർട്ടിക്കാർ ആദ്യത്തെ ആഴ്ച ഓർത്തുന്നു വരും. CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ആദ്യത്തെ ആഴ്ചകളിൽ ഓർത്തുന്നു വരാം. പിന്നെ ഓർക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കെൽപ്പുള്ളവർ, നട്ടിലുള്ള രാഷ്ട്രീയ നായകന്മാരൊന്നും ഈ മണ്ണിൽ ഉണ്ടാവില്ല. ഇന്നില്ല, ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പില്ല. ഇപ്പൊ വംശനാശം സംഭവിച്ചിരിക്കുന്നു. യോഗ്യതയുള്ള ഒരുത്തനെ ഈ സ്റ്റേജിൽ കയറ്റി ഇതാ ഒരു നല്ല രാഷ്ട്രീയക്കാരെന്ന് പറയാൻ ഇല്ലാത്ത വിധം. കാരണം കോടികൾ സമ്പാദിക്കാൻ ഏറ്റവും നല്ലത് ഇന്ത്യയുടെ ഖജനാവാണ്, കേരളത്തിന്റെ ഖജനാവാണ്. നിങ്ങൾക്കറിയുമോ, ഒരു സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക്